ചോയ്സ് ബ്രോക്കിംഗ്, ആക്സിസ് സെക്യൂരിറ്റീസ്, മോത്തിലാൽ ഒസ്വാൾ, പ്രഭുദാസ് ലീലാധർ, എം.കെ ഗ്ലോബൽ എന്നീ ബ്രോക്കറേജുകൾ അടുത്ത 12 മാസ കാലയളവിലേക്ക് ഒപ്റ്റിമിസ്റ്റിക്കായി തുടരുന്ന 5 ഓഹരികളെക്കുറിച്ച് മനസ്സിലാക്കാം. മാർക്സൻസ് ഫാർമയാണ് അതിലാദ്യം. ചോയ്സ് ബ്രോക്കിംഗ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ 315 രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. കമ്പനിയുടെ ലാഭം 15.66% ഉയർന്ന് 90 കോടി രൂപയിലെത്തിയിരുന്നു. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ ലാഭം 22% വർദ്ധിച്ചു. ഓഹരിക്ക് 30%-ലധികം മുന്നേറ്റം ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം 3000 കോടി രൂപയുടെ വരുമാനം കൈവരിക്കുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. 14% വളർച്ച വരുമാനത്തിൽ കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ 235 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇടിഞ്ഞ ഓഹരി ഈ മാസം ഇതുവരെ 9%-നടുത്ത് മുന്നേറ്റം നടത്തിയതായി കാണാം. ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ ശുപാർശ നൽകുന്ന ഓഹരി കൽപ്പതാരു പ്രൊജക്ട്സ് ആണ്. 1315 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഓഹരി 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞത്. 786 രൂപ വരെ ഓഹരി ഇടിഞ്ഞിരുന്നു. നിലവിൽ ഓഹരി 1000 രൂപയ്ക്ക് മുകളിൽ തുടരുന്നുണ്ട്. 64,495 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്കാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2027 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 18% CAGR വളർച്ച വരുമാനത്തിൽ കൈവരിക്കുമെന്ന് ബ്രോക്കറേജ് അനുമാനിക്കുന്നു. ഹെൽത്തി ഓർഡർ പൈപ്പ് ലൈൻ ഉള്ളതിനാൽ ഓഹരിയിൽ ബ്രോക്കറേജ് ബുള്ളിഷായി തുടരുന്നു. കരൂർ വൈശ്യ ബാങ്കിന് എം.കെ ഗ്ലോബൽ ബൈ ശുപാർശ നൽകുന്നുണ്ട്. 300 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ബാങ്കിന്റെ ലാഭം 13% വർദ്ധിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% ഉയർന്നു. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.83%-ൽ നിന്ന് 0.76%-ആയി കുറഞ്ഞു. 2 രൂപ 60 പൈസയാണ് ഡിവിഡൻഡായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിപണിയിൽ ഓഹരി ഫെബ്രുവരിയിൽ 15% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് 2 മാസവും പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസറ്റ് ശക്തമായി തുടരുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. ആസ്തി ഗുണനിലവാരവും മികച്ചതായി തുടരുമെന്ന് കരുതുന്നു. പ്രഭുദാസ് ലീലാധറിലെ അനലിസ്റ്റുകൾ ഡോംസ് ഇൻഡസ്ട്രീസിന് ബൈ ശുപാർശ നൽകുന്നു. 3087 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 18-20% വരുമാന വളർച്ച കൈവരിക്കാനാകുമെന്ന് അനലിസ്റ്റുകൾ കരുതുന്നു. കമ്പനിയുടെ വരുമാനം ഇയർ-ഓൺ-ഇയർ 26% വർദ്ധിച്ചിരുന്നു. നികുതിക്ക് ശേഷമുള്ള ലാഭം ഇയർ-ഓൺ-ഇയർ 7% ഉയർന്നു. 2024 നവംബറിന് ശേഷം തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി മാർച്ചിൽ 20%-ഓളം ഉയർന്നതായി കാണാം. എങ്കിലും നിലവിൽ 2500 രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി മെയ് മാസത്തിൽ ഇതുവരെയായി 9% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. മോത്തിലാൽ ഒസ്വാൾ ബൈ ശുപാർശ നൽകുന്ന ഓഹരി LT ഫുഡ്സിൻ്റെതാണ്. മെച്ചപ്പെട്ട പാദഫലം പുറത്തുവിടാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. നിലവിൽ ഡിമാൻഡ് ശക്തമായി തുടരുന്നുണ്ട്. ഈ വർഷം വോളിയം 9-10% വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത്. 100 ബില്യൺ രൂപയുടെ കൺസോളിഡേറ്റഡ് വരുമാനം നേടാൻ കഴിയുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു. മാർച്ച് പാദത്തിൽ കമ്പനിയുടെ വരുമാനം ഇയർ-ഓൺ-ഇയർ 7% വർദ്ധിച്ചത്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്വാർട്ടർ-ഓൺ-ക്വാർട്ടർ 12% ഉയർന്നിരുന്നു. 470 രൂപയാണ് ഓഹരിക്ക് ബ്രോക്കറേജ് നൽകുന്ന ടാർഗറ്റ് വില. നിലവിൽ ഓഹരി 390 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഈ മാസം 13%-ഓളം പോസിറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളത്.